സച്ചി രേവതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആ പൂ കെട്ടുന്നവള് പൂ കെട്ടി സച്ചിക്ക് കാറ് വാങ്ങിക്കൊടുത്തു. എന്നിട്ടും നിന്നെ കൊണ്ട് ഒന്നും പറ്റുന്നില്ലല്ലോ. എന്റെ മോന് ഒരു ബിസിനസ് തുടങ്ങി കൊടുക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ലേ? നിന്റെ അച്ഛനോട് പറഞ്ഞ് കുറച്ച് പൈസ കൊണ്ടുതരാനായിട്ട് ചന്ദ്രമതി പറയുന്നു. ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നു, അത് പിന്നെ ആന്റി, ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോ അച്ഛൻ എന്താ കരുതാ? എന്ത് കരുതാനാ? നിന്റെ അച്ഛന് നീ ഒരൊറ്റ മോളല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ സ്വത്തുക്കളെല്ലാം നിനക്കുള്ളതല്ലേ? പിന്നെ എന്താ പ്രശ്നം? നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ചോദിക്കാൻ മടിയാണെങ്കിൽ ഞാൻ ചോദിച്ചോളാം. നിന്റെ അച്ഛന്റെ നമ്പർ ഇതാ, അല്ലെങ്കിൽ വിളിച്ചതാ. അത് അച്ഛനോട് ചോദിക്കാൻ മടിയാണെങ്കിൽ നിന്റെ ഇളയച്ചനുണ്ടല്ലോ, ഇളയച്ചനോട് ചോദിക്കാം. ആന്റി ചോദിക്കണ്ട, ഞാൻ തന്നെ ചോദിച്ചോളാം എന്ന് ശ്രുതി പറയുന്നു. ശ്രുതിയാകെ പെട്ട അവസ്ഥയിലായിരിക്കും. എങ്ങനെയെങ്കിലും ശ്രുതിക്ക് ഒരു ബിസിനസ് തുടങ്ങി കൊടുക്കണം. അതിനായിട്ട് എന്തു മാർഗവും സ്വീകരിക്കാന് ശ്രുതി തയ്യാറായിരിക്കും. അങ്ങനെ ഇരിക്കെയാണ് ശ്രുതിയുടെ 50 ലക്ഷം രൂപ കൊണ്ടുപോയ നീലിമയെ കണ്ടുപിടിക്കുക എന്ന് ശ്രുതി തീരുമാനിക്കുന്നത്. അതിനായിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ഈ നീലിമയുടെ ഫോട്ടോയോ എന്തെങ്കിലും കോണ്ടാക്ട് നമ്പറോ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? അതൊക്കെ വെച്ച് ശ്രുതിയും അന്വേഷിക്കാൻ തീരുമാനിക്കുക. ആദ്യം പോകുന്നത് ട്രാവൽസിലായിരിക്കും. അവളും ശ്രുതിയും കൂടെ പോവാൻ തീരുമാനിച്ചത് ഒരുമിച്ചാണല്ലോ. അതുകൊണ്ട് എന്തായാലും ട്രാവൽസിൽ പോയി അന്വേഷിച്ചാല് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ട്രാവൽസ് പോയി അന്വേഷിക്കുന്നു. എന്നാ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. പലതരത്തിലും പറയുന്നുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടാ, അവളുടെ മുത്തശ്ശിക്ക് തീരെ വയ്യ, വിവരം പറയാനായിട്ടാ. എന്തെങ്കിലും ഒരു കോണ്ടാക്ട് നമ്പർ കാനഡയിലിട്ട് തന്നാ മതി. എന്നാ ഞങ്ങൾ ആ വഴി കോണ്ടാക്ട് ചെയ്തോളാം. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ എന്താ നിങ്ങളുടെ കയ്യിൽ കോണ്ടാക്ട് നമ്പർ ഒന്നും ഇല്ലേ? ഞങ്ങള് കുറെ മുൻപ് കണ്ടതാ. അവള് കാനഡയിൽ പോയതിനു ശേഷം ഞങ്ങൾക്കൊരു വിവരവും ഇല്ല. അതുകൊണ്ടാ. അതൊന്നും ഇവിടുന്ന് തരാൻ വേണ്ടി പറ്റില്ല എന്ന് തറപ്പിച്ച് പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് പോവാണ്. എന്നാലും പല രീതിക്കും ശ്രുതി അന്വേഷിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കെയാണ് കാനഡയിൽ നിന്ന് നീലിമ നാട്ടിലോട്ട് വരുന്നത്. അതും എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് സച്ചി ആയിരിക്കും. സച്ചിയുടെ വണ്ടിയായിരിക്കും വിളിച്ചു കാണാം. അങ്ങനെ സച്ചി നീലിമയായിട്ട് വരുന്നു. നീലിമ ആകെ മാറിയിരിക്കും. മോഡേണായി ഒന്നും കൂടെയൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ടാണ് നാട്ടിലോട്ട് വരുന്നത്. എന്നാ സച്ചിക്ക് അറിയില്ലല്ലോ ഇത് തൻ്റെ അച്ഛൻ്റെ പൈസ തട്ടിക്കൊണ്ടുപോയ പെണ്ണാണെന്ന്. ഒന്നും അറിയാതെ നീലിമയോട് സംസാരിക്കുന്നുണ്ട്. മാഡം എവിടെയാ? ഞാൻ കാനഡയിലാ. ഓ, എനിക്കൊരു ഏട്ടനുണ്ട്. അവനും കാനഡയിൽ പോണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ പുറകെയാ. എത്രയോ ലക്ഷമൊക്കെ വേണമല്ലോ. അതെ, അവിടെ പോണമെങ്കിൽ അത്യാവശ്യം പൈസയൊക്കെ വേണം. അവിടെ ഇത്രയും സാലറി ഉണ്ടോ? അവിടെ നമ്മൾ ജോലി ചെയ്യുന്നതിന് കുറച്ച് തോനെ പൈസയുണ്ട്. അവിടെ എങ്ങനെയാ? ചൂടാണോ? ഓ, ചൂടോ? ഭയങ്കര തണുപ്പാ. അവിടെ തണുത്ത് വരച്ച് നിൽക്കാൻ പോലും പറ്റില്ല. മാഡം ഇപ്പം നാട്ടിലോട്ട് എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? ഞാനേ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യത്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇയാള് നല്ല സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അതെ മാഡം, ഞാനിങ്ങനെ സംസാരിച്ചോണ്ടേയിരിക്കും. അങ്ങനെ നീലിമയ്ക്കും സച്ചി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. സച്ചിയോട് പറയുന്നുണ്ട്, എനിക്കിവിടെ അത്ര സുഹൃത്തുക്കളൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ ഇയാളെ വിളിക്കാം. ഇയാളെ നമ്പറിൽ വിളിച്ചാല് എനിക്ക് പോണ്ട സ്ഥലത്തോട്ടൊക്കെ ആക്കി തരില്ലേ? എന്ത് ചോദ്യം മാഡം, ഞാൻ അതിനല്ലേ കാറുമായിട്ട് ഇരിക്കുന്നേ. മാഡത്തിന് എന്ത് ആവശ്യമുണ്ടോ എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ രണ്ടുപേരും നല്ലൊരു സൗഹൃദത്തിലായിരിക്കും. പിന്നീട് സച്ചി തന്നെയാ എല്ലായിടത്തേക്കും നീലിമയെ കൊണ്ടുപോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം നീലിമ പറയുന്നുണ്ട്, എനിക്ക് ഒന്ന് പാർലർ വരെ പോകണം. ഇവിടെ അടുത്ത് നല്ല പാർലർ എവിടെയാണെന്ന് അറിയോ? എന്നാ എന്നെ അങ്ങോട്ടൊന്ന് ആക്കി തരുമോ? സച്ചി പിന്നെ അത് പറഞ്ഞാ എന്തായാലും ശ്രുതിയുടെ പാർലറിലോട്ടെല്ലാം ആക്കി കൊടുക്കാം. ആ മാഡം, ഇവിടെ അടുത്ത് ഒരു പാർലർ ഉണ്ട്, അങ്ങോട്ട് ആക്കി തരാമെന്നും പറഞ്ഞ് ശ്രുതി വർക്ക് ചെയ്യുന്ന പാർലറിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അവിടെ എത്തുന്ന സമയത്തും ശ്രുതിക്ക് ആളെ തിരിച്ചറിയുന്നുണ്ടായിരിക്കില്ല. ഫോട്ടോ ഒക്കെ കണ്ടെങ്കിലും ആൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല. എനിക്ക് നല്ലൊരു ഫേഷ്യൽ വേണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശ്രുതിയും നീലിമയും. മാഡം നാട്ടിലായിരുന്നില്ലേ? പുറത്തായിരുന്നോ? ആ, ഞാൻ പുറത്താ, കാനഡയിൽ. അല്ല, മാഡത്തിൻ്റെ പേരെന്താ? നീലിമ എന്നും പറയുമ്പോൾ എല്ലാം കൊണ്ടും ഇതാ നീലിമ തന്നെയാണെന്ന് നമ്മുടെ ശ്രുതി ഉറപ്പിക്കുന്നുണ്ട്. സംശയം തോന്നിയ ശ്രുതി പെട്ടെന്ന് സുധിയെ വിളിക്കുന്നുണ്ട്. സുധി, നിന്നെ പറ്റിച്ച ആ നീലിമയുണ്ടല്ലോ, അവളിവിടെ വന്നിരിക്കുന്നുണ്ട്. അവിടെയോ? പാർലറിലോ? നീ വേഗം വാ, ഞാൻ കുറച്ചു നേരം അവളെ ഇവിടെ പിടിച്ചു നിർത്താം. പോലീസിനെ വിവരം അറിയിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അവളെ കൈയോടെ പിടിക്കാം എന്ന് ശ്രുതി പറയുന്നു.
അങ്ങനെ നീലിമയുടെ അടുത്തോട്ട് വീണ്ടും ശ്രുതി വരുന്നുണ്ട്. മാഡം, കുറച്ച് വെയിറ്റ് ചെയ്യണം, ഇപ്പം വരാം എന്നും പറഞ്ഞ് അവിടുന്ന് കുറച്ച് സമയമെടുത്ത് ശ്രുതി മാറി നിൽക്കുന്നുണ്ട്. വീണ്ടും ശ്രുതി വന്ന് മുഖത്ത് പാക്കൊക്കെ ഇടാനായിട്ട് നോക്കുമ്പോഴായിരിക്കും ശ്രുതി വരുന്നത്. ശ്രുതി ഇങ്ങനെ ദേഷ്യത്തില് കണ്ണാടിയിലൂടെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതിയെ കണ്ട് എഴുന്നേക്കുന്നുണ്ട്. നീയോ? ആ, നീ എന്താ എന്നെ ആദ്യമായിട്ട് കാണുവാണോ? നീ എന്താ കരുതിയേ നിന്നെ എനിക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റില്ല എന്നോ? എടി, നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. എനിക്ക് പോണം. അങ്ങനെ ബാഗും എടുത്ത് ഇറങ്ങാൻ നേരത്ത് ശ്രുതി വേഗം തന്നെ അവിടെ ഇരിക്കുന്ന കത്തിരി വെച്ച് നീലിമയ്ക്ക് നേരെ നീട്ടുന്നുണ്ട്. നീ എങ്ങോട്ടാ പോന്നേ? ഇവിടെ ഇരിക്ക്. അല്ല, നിങ്ങൾ എന്താ ചെയ്യുന്നേ? നിങ്ങൾ എന്താ ഭീഷണിപ്പെടുത്തി എൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കാനാണോ? നീ അവിടെ ഇരിക്ക്. നീ ആരാ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഞാനേ ഇവന്റെ ഭാര്യയാ. നീലിമയൊന്ന് ഞെട്ടുന്നുണ്ട്. നിന്നോടാ അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞത്. ഞാൻ കുത്തും, ഉറപ്പായിട്ടും. അപ്പോഴേക്കും പോലീസുകാർ വരുന്നുണ്ട്. നീലിമ അവരോട് പറയുന്നു, ഇവരെന്നെ ഭീഷണിപ്പെടുത്തി എന്തൊക്കെയോ പറയാണ് സാർ, ഇവരെ അറസ്റ്റ് ചെയ്യുക. അക്കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇയാൾ നീലിമയല്ലേ? ആ അതെ. ഇവന്റെ പൈസ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളല്ലേ? അന്നേ കംപ്ലൈന്റ് തന്നതാ. ഇയാൾ കാനഡയിൽ പോയ കാരണാ കംപ്ലൈന്റ് പിന്നെ അന്വേഷിക്കാൻ പറ്റാതിരുന്നത്. നാട്ടിലെത്തിയാല് അപ്പം അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട്. അയ്യോ, സാറിന് ആൾ മാറിയതാ. എനിക്കിവനെയൊന്നും അറിയില്ല. ഇവൻ ആരാ എന്നൊക്കെ നീലിമ പറയുന്നു. കള്ളം പറയാ സാർ, ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം സാർ. അങ്ങനെ പോലീസുകാര് നീലിമയെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ തന്നെ സുധിയും ശ്രുതിയും പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് നീലിമ പലതരത്തിലും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്റെ ലോയറെ വിളിക്കണമെന്നും പറഞ്ഞ് ഒരു ലോയറെ വിളിച്ചു വരുത്തുന്നുണ്ട് നീലിമ. സാർ, എന്നെ ഇപ്പൊ ഇവിടുന്ന് വിടണം. എനിക്ക് നാളെ തന്നെ കാനഡയിലോട്ട് പോവാനുള്ളതാ. ടിക്കറ്റും എടുത്തിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. എന്തിനാ വെറുതെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ? ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട്. സാർ, ഇവള് പോയാല് പിന്നെ തിരികെ വരില്ല. പിന്നെ ഞങ്ങളുടെ പൈസയും കിട്ടില്ല. 1-2 രൂപയല്ല, 50 ലക്ഷം രൂപയാ. അത് ഞങ്ങൾക്ക് തിരികെ കിട്ടിയേ പറ്റൂ. അത് ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് വേണം. സാർ, എന്തൊക്കെയാ പറയുന്നേ? ലോയർ വരുന്നുണ്ട്. ലോയർ സംസാരിക്കുന്നുണ്ട്. പോലീസുകാരുടെ അടുത്തും സുധിയുടെ അടുത്തും ശ്രുതിയുടെ അടുത്തും ഒരു തരത്തിലും അവർ വഴങ്ങുന്നുണ്ടായിരിക്കില്ല. നീലിമയെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. എന്താ നീലിമ, നീ എന്തിനാ നാളെ തിരിച്ചു പോണമെന്നൊക്കെ പറഞ്ഞത്? അതുകൊണ്ട് എന്തായാലും ഇന്നിപ്പോ പൈസ കൊടുത്തേ പറ്റൂ. ഇനി ഇതെന്ന് മാറിയാല് ഉറപ്പായിട്ട് നിന്റെ പേരില് കേസുണ്ടാവും. പിന്നെ കാനഡയിലോട്ട് തിരിച്ചു പോവാൻ നിനക്ക് പറ്റില്ല. അത് വേണോ? അയ്യോ, അത് വേണ്ട, തിരികെ കൊടുത്തേക്കാം. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, പകുതി കൊടുക്കാന്ന് പറയേ, ബാക്കി പിന്നെ തരാന്ന് പറയേ. ഇത് നീലിമ ശ്രുതിയോടും ശ്രുതിയോടും പറയുന്നു. ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട്, അത് പറ്റില്ല സാർ. കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് മുഴുവനായിട്ടും കിട്ടണം. അല്ലാതെ ഞങ്ങൾ ഇതിന്ന് ഒരു തരത്തിലും പിന്മാറില്ല. അങ്ങനെ നീലിമ 50 ലക്ഷം രൂപയും കൊടുക്ക എന്ന് പറയാ. എന്നാ ശ്രുതിക്ക് അത് പറ്റില്ല. 50 ലക്ഷത്തിന് പുറമെ 5 ലക്ഷം രൂപ അതിന്റെ പലിശയായിട്ടും നീലിമ തരണമെന്ന് പറയുന്നു. അങ്ങനെ 55 ലക്ഷം രൂപ നീലിമ അപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാ ഇതേ സമയത്ത് സച്ചി പോലീസ് സ്റ്റേഷന്റെ പുറത്തുണ്ടായിരിക്കും. രേവതിയുടെ വണ്ടി നോ പാർക്കിങ്ങില് പാർക്ക് ചെയ്ത കാരണം വണ്ടി പിടിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നിരുന്നു. അത് എടുക്കാനായിട്ടാണ് സച്ചിയും രേവതിയും അങ്ങോട്ട് വന്നിരിക്കുക. സാക്ഷിയായിട്ട് ഒരാളെ ഒപ്പിടണമെന്ന് പറയുമ്പോൾ നീലിമയുടെ ഭാഗത്ത് നിന്ന് ആരും ഉണ്ടായിരിക്കില്ല. അപ്പോഴായിരിക്കും സച്ചിയെ കാണുന്നത്. സച്ചിയോട് ഇക്കാര്യം പറയുന്നുണ്ട്. ഇതിന്റെ കാര്യമാണെന്ന് സച്ചിക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. എന്നാ ശ്രുതിയെയും സുധിയെയും കാണുന്നുണ്ടായിരിക്കില്ല. ലെഡ്ജർ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടാണ് ഒപ്പിടുന്നത്. ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് സച്ചി. അങ്ങനെ സുധിക്കും ശ്രുതിക്കും 55 ലക്ഷം രൂപ കിട്ടുവാണ്. എന്നാ ആദ്യം കാനഡയിൽ പോകാനുള്ള കാര്യത്തിന് പൈസ കൊടുക്ക എന്നാണ് ശ്രുതി തീരുമാനിക്കുന്നത്. അവിടെ എത്തുമ്പോൾ പൈസ കൊടുക്കാൻ വൈകിയ കാരണം ജോലി വേറെ ആർക്കോ കിട്ടിക്കാണും. പിന്നീട് അതും അവര് വേണ്ട എന്ന് വെക്കുക. പിന്നീട് എന്താന്ന് ചെയ്യാന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ശ്രുതി പറയുന്നത്, ഞാനൊരു കാര്യം പറയട്ടെ, ഈ പൈസ എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചതാണെന്ന് പറഞ്ഞാൽ മതി. ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട്, അതെങ്ങനെയാ? അച്ഛൻ്റെ അടുത്ത് ഈ പൈസ കൊടുക്കണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. നീ അങ്ങനെ മര്യാദയൊന്നും കാണിക്കണ്ട. ഈ പൈസ നീ ഇപ്പം നിന്റെ അച്ഛൻ്റെ അടുത്ത് കൊടുത്താൽ അത് അച്ഛനും നിന്റെ 2 അനിയന്മാർക്കും തുല്യമായിട്ട് വീതിക്കും. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് നീ എങ്ങനെ ബിസിനസ് തുടങ്ങാനാ? അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഇങ്ങനെ പറഞ്ഞാൽ മതി. ബിസിനസ്സൊക്കെ ചെയ്ത് ലാഭം കിട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ചായിട്ട് അവരെ കടം വീട്ടാം എന്ന് ശ്രുതി പറയുന്നു. ഇതില് ശ്രുതിക്കും കൂടെ ഒരു കാര്യമുണ്ട്. അച്ഛൻ പൈസ തന്നു എന്ന് പറയുമ്പോൾ ചന്ദ്രമതിയുടെ മുൻപിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ശ്രുതി അങ്ങനെ പറഞ്ഞേ. എന്നാ ശ്രുതിക്കതൊന്നും അറിയുന്നില്ല. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. തൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് 55 ലക്ഷം രൂപ അയച്ചു എന്ന് പറയുമ്പോൾ ചന്ദ്രമതിയുടെ കണ്ണ് തള്ളുന്നുണ്ട്. കണ്ടോടാ, നീയൊക്കെയല്ലേ പറഞ്ഞത്
മലേഷ്യക്കാരി മരുമകളുടെ വീട്ടിൽ നിന്ന് കൊട്ടക്കണക്കിനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന്. ഇപ്പൊ എന്തായടാ? ഇപ്പൊ മനസ്സിലായോ? മലേഷ്യ വെറും മലേഷ്യയല്ല. കണ്ടോ, 55 ലക്ഷം രൂപയാ എന്റെ മോന് ബിസിനസ് തുടങ്ങാനേ മലേഷ്യൻ അമ്മായച്ചൻ അയച്ചു തന്നത്. നോക്കടാ, ഇനിയൊക്കെ എന്റെ മോനെ പിടിച്ചാ കിട്ടില്ല എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയുന്നു. അങ്ങനെ എന്ത് ബിസിനസ് തുടങ്ങുമെന്ന് അറിയാതെ സുധി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പലിശയ്ക്ക് കൊടുക്ക എന്നൊക്കെയാണ് ആദ്യം ചിന്തിക്കുന്നത്. എന്നാ സച്ചി തന്നെ അതിനൊരു മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സച്ചി വാടക വിളിച്ചു പോയാ ഒരാൾക്ക് ഹോം അപ്ലയൻസസ് ആയിരിക്കും, അയാൾ അത് വിൽക്കാനായിട്ട് തീരുമാനിക്കുക. ഇക്കാര്യം സുധിയോട് വന്ന് പറയുന്നുണ്ട്. സുധി അത് വാങ്ങിക്കുന്നുമുണ്ട്. അങ്ങനെ ഇനി അങ്ങോട്ട് സുധി ഒരു ബിസിനസ്സുകാരനായിരിക്കും. നാളത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.